എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാരും സുഖമാണോ? ദാ നിങ്ങൾക്ക് ഫിസിക്സിന് സെറ്റ് ആക്കാൻ വേണ്ടി ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. എന്താണ് നിങ്ങളുടെ പരിപാടിയൊക്കെ? എല്ലാരും പഠിത്തം സ്റ്റാർട്ട് ചെയ്തില്ലേ? അതാ ക്രിസ്മസ് എക്സാമിന്റെ ടൈം ടേബിൾ ഒക്കെ വന്നു എന്നൊക്കെ കേട്ടില്ലേ നിങ്ങള്? നമ്മള് ടൈം ടേബിൾ അല്ല, സോറി, ഡേറ്റ് പബ്ലിഷ് ചെയ്തല്ലേ? ഇനി പുറകെ ടൈം ടേബിളും വരും അല്ലേ? അപ്പൊ എല്ലാരും പേടിക്കൊന്നും വേണ്ടട്ടോ. നമ്മൾ എന്തിനാ പേടിക്കുന്നത്? നമ്മൾ അടിപൊളിയായിട്ട് ഫിസിക്സ് മാത്രമല്ല എല്ലാ സബ്ജക്റ്റും പഠിക്കും. സ്റ്റിൽ ഞാൻ പറയാം, ഫിസിക്സിന് ഒരു ഇത്തിരി ഇമ്പോർട്ടൻസ് കൊടുത്തോ. ഈ വീഡിയോ കാണുന്നവർ കുറെ പേര് ഇനി സയൻസ് സ്ട്രീമിലേക്കൊക്കെ പോണവരല്ലേ. അപ്പൊ അവർക്കൊക്കെ വേണ്ടി എന്താ ഫിസിക്സ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. ആരും ഫിസിക്സ് മടുത്തു പോയി അല്ലെങ്കിൽ എനിക്ക് വയ്യ അത് പഠിക്കാന്നുള്ളൊരു മെന്റാലിറ്റി ആരും വെക്കരുത്. അങ്ങനെ മെന്റാലിറ്റി ഉള്ളവർ എന്ത് ചെയ്യുക, വീഡിയോ കാണാം, ദെൻ നിങ്ങൾക്ക് അതൊക്കെ ഈസി ആയിരിക്കും കേട്ടോ. ഓക്കെ, സെറ്റ് അല്ലേ? ഓക്കെ, അപ്പൊ മിസ് കഴിഞ്ഞ സെക്ഷനിൽ ഏത് ചാപ്റ്റർ പഠിപ്പിച്ചതെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഏത് ചാപ്റ്റർ ആണെന്നറിയോ? നമ്മുടെ ലെൻസസ്. ഓർമ്മയില്ല എല്ലാവർക്കും? നമ്മൾ ക്ലാസ് 10th സെക്കൻഡ് ചാപ്റ്റർ ആയ ലെൻസസ് ആട്ടോ പഠിച്ചുകൊണ്ടിരുന്നത്. എന്താണ് ലെൻസസ്? എല്ലാവർക്കും മനസ്സിലാവണല്ലേ? അപ്പൊ ഫസ്റ്റ് സെക്ഷനിൽ നമ്മൾ ജസ്റ്റ് എന്തോ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ മിസ് എടുത്തതാ. ഇന്നത്തെ ലെൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള കുറച്ച് ടേംസും അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്ന് നമ്മൾ എന്ത് ചെയ്ത് കുറച്ചും കൂടി ഇത്തിരി കൂടി ഇതിന്റെ ആ ലെൻസിന്റെ ഉള്ളിലേക്ക് ഒന്ന് കയറാം. അപ്പോൾ അത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച് നോക്കുക. പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കാരണം എന്താ, നമ്മൾ വരയ്ക്കലും കുറിക്കലും ഒക്കെയാണ്. അപ്പൊ എല്ലാവർക്കും അത് ഇഷ്ടമാകും. അതുകൊണ്ട് തന്നെ മിസ് പറയാം, എല്ലാവരും ശ്രദ്ധിച്ച് നോക്കുക. ദാറ്റ്സ് ഓൾ. അത്ര മതി, ശ്രദ്ധ ഉണ്ടായാൽ മതി, പിന്നെ നമുക്ക് സെറ്റ് ആക്കാന്നുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇമേജ് ഫോർമേഷൻ ഓഫ് ലെൻസ് എന്ന് പറഞ്ഞ സെക്ഷൻ ആണ് നോക്കാൻ പോകുന്നത്. എന്താണ് ഇമേജ് ഫോർമേഷൻ ഓഫ് ലെൻസ്? നമുക്കറിയാം, ലെൻസ് 2 തരത്തിലുള്ള ലെൻസ് നമ്മൾ പഠിച്ചായിരുന്നു. നമ്മുടെ കോൺവെക്സ് ലെൻസിനെ കുറിച്ച് പഠിച്ചു, നമ്മൾ കോൺകേവ് ലെൻസിനെ കുറിച്ചും പഠിച്ചു. കോൺവെക്സ് ലെൻസ് എന്താ നമ്മൾ പറഞ്ഞു? നമ്മളൊരു സ്പെരിക്കൽ ഷേപ്പിലിരിക്കുന്ന സാധനം. കോൺകേവ് എന്ന് പറയുമ്പോൾ കേവ് പോലെ അല്ലെ, അതായത് ഉൾഭാഗം ഇത്തിരി കട്ടി കുറഞ്ഞത്, അറ്റഭാഗം എന്താ നല്ല കട്ടി കൂടുതലാ അല്ലെ. ഓക്കെ, അപ്പൊ നമ്മള് 2 കേസും നോക്കിയായിരുന്നു അല്ലെ. അപ്പൊ ആ കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസും കൊണ്ട് എന്താണ് നമുക്ക് അത് വെച്ച് എങ്ങനെ ഇമേജ് ഉണ്ടാവുക? നമ്മളിപ്പോ കണ്ണാടിയിലുണ്ടെന്ന് പറഞ്ഞു, നമ്മുടെ ക്യാമറയിലുണ്ടെന്ന് പറഞ്ഞു, പലതരം ലെൻസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ എങ്ങനെ ഫോം ചെയ്യണത്, അതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അതിനു മുമ്പ് നമുക്ക് അറിയേണ്ട 2 ടേംസ് ആണ് എന്ത്? റിയലും വെർച്വലും എന്നുള്ള കാര്യം. എന്താണ് റിയലും വെർച്വലും? The image that can be projected on a screen are real image. അതായത് നമ്മൾ ഒരു എന്താ പറയാ, ഞാൻ ഈ സാധനം വെച്ചു, ഞാനൊരു മിറർ വെച്ചു, ലെൻസ് വെച്ചു. ഇതാണ് എൻ്റെ ഒബ്ജക്റ്റ്, ലെൻസ്. ഈ ഒബ്ജക്റ്റിന്റെ ഇമേജ് ഒരു സ്ക്രീനിലാണ് ഫോം ചെയ്യുന്നതെങ്കിൽ, അതായത് മിസ് എന്താ ചെയ്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു ഒബ്ജക്റ്റ് ആണ്. ഇതെന്താ ഒരു ഒബ്ജക്റ്റ് ആണ്. ഞാനിവിടെ ഒരു ലെൻസ് വെച്ചു. എന്നിട്ട് ഈ ഇമേജ് ഈ ഒബ്ജക്റ്റ് ഒരു സ്ക്രീനിലാണ് ഫോം ചെയ്യുന്നതെങ്കിൽ, അതായത് സ്ക്രീനിൽ നമുക്ക് ഇമേജ് കിട്ടിയാൽ അതിനെ പറയുന്നതാണ് എന്ത്? റിയൽ ഇമേജ് എന്ന് പറയാം. എന്താണ് മിസ് പറഞ്ഞാൽ, ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, നമ്മൾ ലെൻസ് വെച്ചു, ആ ലെൻസ് വഴി നമുക്ക് കിട്ടുന്നത് എന്തിലാണ്? ഒരു സ്ക്രീനിൽ കിട്ടുന്നതെങ്കിൽ അതിനെ റിയൽ ഇമേജ് എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ വെർച്വൽ ഇമേജ് എന്താ? Image that cannot be captured on a screen but can only be seen are virtual image. അതായത് നമുക്കൊരു സ്ക്രീനിൽ കാണാൻ പറ്റില്ല, അല്ലാണ്ട് കാണാൻ പറ്റും. അതായത് സ്ക്രീനിൽ ഒരു പർട്ടിക്കുലർ സ്ക്രീൻ വെച്ച് ആ സ്ക്രീനിൽ വരില്ല, അല്ലാണ്ട് നമുക്ക് കാണാൻ പറ്റി, അതിനെ എന്ത് പറയും? വെർച്വൽ ഇമേജ് എന്ന് പറയും കേട്ടോ. അപ്പൊ റിയൽ ഇമേജും വെർച്വൽ ഇമേജും എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പൊ അതിൽ നിന്നാണ് നമ്മൾ ഈ സെക്ഷൻ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുക. കാരണം ഇതിനകത്തിന് ഫുൾ റിയൽ, വെർച്വൽ അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ പറയും. അപ്പൊ എന്താണ് റിയൽ ഇമേജ്, എന്താണ് വെർച്വൽ ഇമേജ് എന്ന് മനസ്സിലായി. അപ്പൊ ഒന്നും കൂടി മിസ് പറയാം. ഇമേജ് ദാറ്റ് ക്യാൻ ബി പ്രൊജക്റ്റഡ് ഓൺ എ സ്ക്രീൻ ആർ കോൾഡ് റിയൽ ഇമേജ്. ഇമേജ് ദാറ്റ് cannot be captured on a screen but can only seen through a virtual image. നമുക്കത് വെർച്വൽ ഇമേജ് ആണ് ഇത്തിരി കൺഫ്യൂഷൻ. കാരണം നമുക്കത് ഇമേജ് സ്ക്രീനിൽ കാണാൻ പറ്റില്ല, പക്ഷെ അല്ലാണ്ട് നമുക്ക് വേണമെങ്കിൽ ആ ലെൻസിൽ തന്നെ കാണാൻ പറ്റും. അങ്ങനത്തെ രീതിയിൽ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയും? വെർച്വൽ ഇമേജ് എന്ന് പറയൂ കേട്ടോ. അപ്പൊ സെറ്റ് ആയില്ലേ? ഓക്കെ, ഇത് നോക്കിയേ, ഇതൊരു ഒബ്ജക്റ്റ് ആണ്. ഈ ഒബ്ജക്റ്റ് ആണ് എന്താ നമ്മുടെ ക്യാൻഡിൽ വെച്ചിരിക്കുന്നു മിസ്. ഇവിടെ എന്താ ഒരു കോൺവെക്സ് ലെൻസ് ആട്ടോ. എന്താണ് ഒരു കോൺവെക്സ് ലെൻസ് ആണ് മിസ് യൂസ് ചെയ്തിട്ടുണ്ടായ ഒരു കോൺവെക്സ് ലെൻസ് ആണ്. ഒരു കോൺവെക്സ് ലെൻസ് വെച്ചു. എന്നിട്ടൊന്ന് നോക്കിയേ,
ഈ ഇമേജ് നമ്മൾ ഒബ്ജക്റ്റ് വന്ന് തട്ടുന്നു, ലെൻസിൽ വന്ന് തട്ടുന്നു. മിസ് ഓൾറെഡി പറഞ്ഞായിരുന്നു ഇതെന്ത് ചെയ്യും, ആ ഇമേജിൽ ഇവിടെ നിന്നൊക്കെ ലൈറ്റ് വന്ന് വീഴണ്ട്, ഇവിടെ നിന്നൊക്കെ ലൈറ്റ് വന്ന്, ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ ലൈറ്റ് വന്ന് വീഴുന്നുണ്ട്. അപ്പൊ ആ ലൈറ്റ് ഒക്കെ കൂടി എവിടെ കൺവേർജ് ചെയ്യും, ഈ ഒരു ഒറ്റ പോയിന്റിൽ വന്ന് കൺവേർജ് ചെയ്യും. ആൻഡ് ഓൾസോ ഈ ഇമേജ് എന്തായിരിക്കും, തലകീഴായിട്ടായിരിക്കും നമുക്ക് കിട്ടണ്ടാവുക. അപ്പൊ ഇത് മിസ് സ്റ്റാർട്ടിങ് ആണ്. അപ്പൊ എന്താണ് നമ്മൾ പറഞ്ഞ പോലെ ഇതാണ് ഒരു എന്താ ഓക്കെ, ഇതാണ് എന്താ ഒരു പോയിന്റ് നമ്മുടെ ഒപ്റ്റിക് സെന്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതേ ഒരു ക്യാൻഡിൽ വെച്ചു, ക്യാൻഡിലിൽ എന്ത് ചെയ്തു മിസ് വന്നിട്ട് എന്ത് ചെയ്തു, ഒരു കോൺവെക്സ് ലെൻസ് വെച്ചു. അഫ്കോഴ്സ് മിസ് ഓൾറെഡി പറഞ്ഞു ഈ ലെൻസിലേക്ക് കൺവേർജ് ചെയ്യുക, ലൈറ്റ്സ് വന്ന് കൺവേർജ് ചെയ്യും. കൺവേർജ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, സ്ക്രീനിൽ വന്ന് നമുക്ക് എന്ത് ചെയ്യും, ഈ ഇമേജ് തന്നെ കിട്ടും. അപ്പൊ ഇതൊരു എന്ത് ഇമേജ് ആണെന്നാ പറഞ്ഞത്, റിയൽ ഇമേജ് ആലേ. കാരണം എന്താ, ഇതൊരു സ്ക്രീനിൽ നമുക്ക് അതിന്റെ ഇമേജ് ഫോം ചെയ്യുന്നില്ലേ. അപ്പൊ ഇതെന്താ ഒരു റിയൽ ഇമേജ് ആണ്. പക്ഷെ ഇത് എന്ത് ഇമേജും കൂടിയാണ്, ഇൻവേർട്ടഡ് അല്ലേ, അതായത് തലകീഴായിട്ടുള്ള ഒരു ഇമേജും കൂടിയാ അല്ലേ. അപ്പൊ മിസ് അതൊന്ന് ഇൻട്രൊഡക്ഷൻ പോലെയാണ് കാണിച്ചത്. അപ്പൊ കോൺവെക്സ് ലെൻസിന്റെ കേസിൽ ഇതാണ്. കോൺകേവ് ലെൻസിൽ നമുക്ക് പറയാം ഡൈവേർജ് ചെയ്ത് പോകും. അതുകൊണ്ട് തന്നെ ഡൈവേർജ് ചെയ്ത ലൈറ്റ് നമ്മൾ എന്ത് ചെയ്യും, ബാക്കിൽ വന്ന് ഫോക്കസ് ചെയ്യാന്നാ പറഞ്ഞു. ബാക്കിൽ ആ ലൈറ്റ് ഏത് ലൈറ്റ് ആണ് വീഴുന്നത് ആ ഡയറക്ഷൻ തന്നെ വന്നാണ് ഇമേജ് ഫോം ചെയ്യാന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതവിടെ നിൽക്കട്ടെ. നമുക്ക് അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് നമ്മൾ നോക്കുന്ന കോൺവെക്സ് ലെൻസ് ആണ്. കോൺകേവ് ലെൻസ് ഉണ്ട് കേട്ടോ, പക്ഷെ നമ്മൾ മെയിൻ ഫോക്കസ് ചെയ്യുന്നത് കോൺവെക്സ് ലെൻസ് ആട്ടോ. അപ്പൊ ഇത് മനസ്സിലായില്ലേ. അപ്പൊ ഇതാണ് ഒരു റിയൽ ഇമേജിന്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. കണ്ടോ, ഒരു സ്ക്രീനിൽ വന്നാലേ നമ്മൾ വെച്ച ഒബ്ജക്റ്റിന്റെ ഇമേജ് കിട്ടുന്നത്. ഒബ്ജക്റ്റ് എന്ന് വെച്ചാൽ നമുക്ക് കാണേണ്ട സാധനത്തിനാണ് ഒബ്ജക്റ്റ് എന്ന് പറയാം, നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടിനെയാണ് നമ്മൾ എന്ത് പറയാ, ഇമേജ് എന്ന് പറയാട്ടോ. ഓക്കെ, സെറ്റ് അല്ലേ. അപ്പൊ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് റേ ഡയഗ്രാം ഓഫ് ഇമേജ് ഫോർമേഷൻ ഓഫ് കോൺവെക്സ് ലെൻസ് ആണ് പഠിക്കാൻ പോകുന്നത്. എന്താണ് റേ ഡയഗ്രാം? അപ്പൊ നമ്മളിപ്പോ ഇതൊക്കെ ഒരു ഫിഗർ പോലെയാണ് കാണിച്ചത്. ഇനി നമ്മൾ അതിന്റെ റേ ഡയഗ്രാം നോക്കാൻ പോവുക. ഓരോ കേസിലും നമ്മൾ ഒബ്ജക്റ്റും ഇമേജും ഒക്കെ മാറ്റി മാറ്റി വെക്കുമ്പോൾ നമുക്ക് എവിടെയൊക്കെ ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്, എവിടെയൊക്കെയാണ് ഇമേജ് കിട്ടുന്നത്, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ആ റേ ഡയഗ്രത്തിലേക്ക് എത്തണതിന് മുമ്പ് നമുക്ക് അറിയേണ്ടത് കുറച്ച് പ്രിൻസിപ്പിൾസ് ഉണ്ട്, അല്ലെങ്കിൽ കുറച്ച് റൂൾസ് ഉണ്ട്. ആ റൂൾസ് പാലിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ നമുക്ക് ഔട്ട്പുട്ട് നല്ല രീതിക്ക് കിട്ടുള്ളൂ. അപ്പൊ ആ റൂൾസ് ഏതൊക്കെയെന്നാണ് മിസ് പറയാൻ പോകുന്നത് കേട്ടോ. നോക്കിയേ, ഇതൊരു കോൺവെക്സ് ലെൻസ്. അപ്പൊ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്ന റേ ഡയഗ്രാം ഓഫ് എ കോൺവെക്സ് ലെൻസ് ആട്ടോ. എന്താണ് കോൺവെക്സ് ലെൻസിന്റെയാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ ഇത് നോക്കിയേ, ഇതൊരു കോൺവെക്സ് ലെൻസ് ആണ്. എന്താണ് ഇതൊരു കോൺവെക്സ് ലെൻസ് ആണ്. നമുക്കറിയാം എഫ് നമ്മൾ ഫോക്കസ് പഠിച്ചു, പ്രിൻസിപ്പൽ ഫോക്കസ് പഠിച്ചു, ഫോക്കൽ ലെങ്ത് പഠിച്ചു, പിന്നെന്താ നമ്മൾ ഒബ്ജക്റ്റ് പഠിച്ചു, സെന്റർ ഓഫ് കർവേച്ചർ ഒക്കെ നോക്കി. ഓക്കെ, അപ്പൊ ഇവിടെ ഒ എന്താണ് ഡിനോട്ട് ചെയ്യണ, ഒപ്റ്റിക് സെന്റർ ആണ് നോക്കുന്നത്. എഫ് എന്ന് പറഞ്ഞാൽ എന്താ, പ്രിൻസിപ്പൽ ഫോക്കസ് ആണ്. ഇത് എത്ര ഡിസ്റ്റൻസ് ആണോ, അത് തന്നെ ആയിരിക്കും ഇത്. കണ്ടോ, ഇത് 2 ആണെങ്കിൽ ഇത് 2 ആകും. അപ്പൊ ഈ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാകും, 4 ആകും കേട്ടോ. മനസ്സിലായല്ലോ, ഇത് 2 ആണ്, ഇത് 2 ആണെങ്കിൽ ടോട്ടൽ ഡിസ്റ്റൻസ് 4. അതുകൊണ്ടാണ് ഇതിന് 2F എന്ന് ഇട്ടേക്കുന്നത് കേട്ടോ. മനസ്സിലായില്ലേ? ഓക്കെ, അപ്പൊ അതെ ഫസ്റ്റ് റൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോക്കിയേ, നമുക്കറിയാം ലൈറ്റ്സ് ഇങ്ങനെ പലതരം ലൈറ്റ്സ് ഇങ്ങനെ വീഴാം. അപ്പൊ ഈ ലൈറ്റ്സ് ഇങ്ങനെ വന്ന് വീഴുന്നു, നമ്മുടെ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ടാണ് വന്ന് വീഴുന്നെങ്കിൽ അത് എവിടെ കൂടി പോകും, നമ്മുടെ ഫോക്കസിൽ കൂടി പോകും. എന്താണ്, എ റേ ഓഫ് ലൈറ്റ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് വെൻ ഇറ്റ് ഈസ് ഫോൾ ഓൺ എ കോൺവെക്സ് ലെൻസ് ഇറ്റ് വിൽ ഫോൾസ് ത്രൂ ദ അല്ലെങ്കിൽ ഗോ ത്രൂ ദ ഫോക്കസ്. അതെന്താണ്, ഫോക്കസിൽ കൂടി മാത്രമേ ഇങ്ങനെ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് ലൈറ്റ് വന്ന് വീണാൽ അതെന്തെയും ഫോക്കസിൽ കൂടി മാത്രമേ പോകുള്ളൂ. ആ ലൈറ്റ് എവിടെ കൂടിയാ പോവുക, നമ്മുടെ ഫോക്കസിൽ കൂടിയാ പോവുക. അതേസമയം ഈ ഡയറക്ഷനിലാണ് വന്ന് വീഴുന്നെങ്കിൽ, ഇങ്ങനെ വന്ന് വീഴുന്നെങ്കിൽ ഈ ഫോക്കസിൽ കൂടി പോകും, ഇങ്ങനെ വന്ന് വീഴുന്നെങ്കിൽ ഈ ഫോക്കസിൽ കൂടി പോകും. ഓക്കെ, മനസ്സിലായല്ലോ, സെറ്റ് അല്ലേ? ഓക്കെ, ഇനി അടുത്ത അപ്പൊ ഫസ്റ്റ് റൂൾ നമ്മൾ പഠിച്ചു. ഫസ്റ്റ് റൂൾ എന്താണ്, പ്രിൻസിപ്പൽ ആക്സിസ്, അത് മിസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. A ray of light from a point which is parallel to the optic axis incident on a convex lens എന്ത് പറ്റും, passes through the principal focus of the other side. കണ്ടോ, പ്രിൻസിപ്പൽ ഫോക്കസിൽ കൂടി അപ്പുറത്തെ സൈഡിൽ കൂടി പോകൂട്ടോ. സെക്കൻഡ് കേസ് അറിയാം, നമുക്കറിയാം ലൈറ്റ്സ് ഇങ്ങനെ പോകുന്നുണ്ട്, ഇങ്ങനെ പോകുന്നുണ്ട്, ഇങ്ങനെ പോകുന്നുണ്ട്, ഒക്കെ പോകുന്നുണ്ട്.
അത് ഒരു ഒപ്റ്റിക് സെന്ററിൽ കൂടിയാണ് പോകുന്നത്. ആ ലൈറ്റ് എവിടെ കൂടിയാണ് പോകുന്നത്? ഒപ്റ്റിക് സെന്ററിൽ കൂടിയാണ് പോകുന്നതെങ്കിൽ അത് ഡിഫ്ലക്ട് ചെയ്യാണ്ട് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ പോകും. എന്താണ്? ഒരു ഡിഫ്ലക്ഷനും ചെയ്യാണ്ട് ഒപ്റ്റിക് സെന്ററിൽ കൂടി പോയ പോലെ തന്നെ ഔട്ട്പുട്ട് ആയിട്ട് പോകും കേട്ടോ. മനസ്സിലായില്ലേ? സെറ്റ് അല്ലേ? ഓക്കെ. ഇനി അടുത്ത സെക്ഷൻ നോക്കിയേ. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? എ റേ ഓഫ് ലൈറ്റ് പാസസ് ത്രൂ ദ ഒപ്റ്റിക് സെന്റർ പാസിംഗ് ത്രൂ. അപ്പൊ നമുക്ക് എന്താ പറയാ? ഇറ്റ് വിൽ passes through without any deflection. Passes through optic center without any deflection. കണ്ടോ? ഒരു ചരിവും സംഭവിക്കാണ്ടല്ലേ പോകുന്നത്? ആണല്ലേ? ഒരു ചരിവും സംഭവിക്കാണ്ടാണ് പോകുന്നത്. അപ്പൊ നമ്മൾ സെക്കൻഡ് കേസും നോക്കി. ഇനി തേർഡ് കേസ് നോക്കിയേ. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഇതിന്റെ ഫോക്കസ്. ഇപ്പൊ നമ്മൾ ഈ കേസ് പാരലൽ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ടും അല്ലെ ഒപ്റ്റിക് ആക്സിസിന് പാരലൽ ആയിട്ടും നമ്മൾ നോക്കി. നമ്മൾ എന്ത് ചെയ്യും? ഒപ്റ്റിക് സെന്ററിൽ കൂടി പോകണം നോക്കി. ഇനി നമ്മൾ പറയാ ലൈറ്റ് വന്ന് ഫോക്കസിൽ കൂടി പോകാം. ഇതാണ് ഫോക്കസിൽ കൂടി പോകുമ്പോൾ എന്ത് സംഭവിക്കും? ഇതെന്ത് ചെയ്യും? ഈ ഒപ്റ്റിക് ആക്സിസിന് പാരലൽ ആയിട്ട് പോകും. എന്താണ്? ഒപ്റ്റിക് ആക്സിസിന് പാരലൽ ആയിട്ട് പോകും. എന്താണ്? ഒപ്റ്റിക് ആക്സിസിന് പാരലൽ ആയിട്ട് പോകും. എന്താണ്? പാരലൽ ആയിട്ട് പോകും. മനസ്സിലായല്ലോ? പാസസ് പാരലലി ത്രൂ ദ ഒപ്റ്റിക് ആക്സിസ്. മനസ്സിലായില്ലേ? കണ്ടോ? അത് ഇപ്പൊ ആദ്യത്തെ കേസ് നമ്മൾ എന്താ നോക്കിയത്? നമ്മള് ഒപ്റ്റിക് ആക്സിസിന് പാരലൽ ആയിട്ട് പോയപ്പോഴേക്കും ഫോക്കസിൽ കൂടി പോയി. പിന്നെ ഒപ്റ്റിക് സെന്ററിൽ കൂടി പോയപ്പോൾ ഡിഫ്ലക്ഷൻ ഇല്ലാണ്ട് പോയി. ഇനി ഫോക്കസിൽ കൂടി പോകുമ്പോൾ എന്ത് സംഭവിക്കും? പ്രിൻസിപ്പൽ ആക്സിസിന് അല്ല ഒപ്റ്റിക് ആക്സിസിന് പാരലൽ ആയിട്ട് പോകും. passes through parallel to the principal axis. Passes through parallel to the principal axis. മനസ്സിലായില്ല? അപ്പൊ ഇതാണ് നമ്മുടെ റൂൾസ്. ഈ റൂൾസ് വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യുക? ഇത് പഠിക്കേണ്ടാവട്ടെ. അപ്പൊ എന്താണ്? നമ്മളറിയാം ഒരു റേ കോൺവെക്സ് ലെൻസിൽ നമ്മൾ എന്താ വിചാരിക്കുക? നമ്മൾ ഒരു ഒപ്റ്റിക് ആക്സിസിന് പാരലൽ ആയിട്ട് പോയി കഴിഞ്ഞാൽ ആ ലൈറ്റ് ഏതിലേ കൂടി പോകും? ഓപ്പോസിറ്റ് ഡയറക്ഷനിലെ ഫോക്കസിൽ കൂടി പോകും. പിന്നെ നമ്മളൊരു ഒപ്റ്റിക് സെന്ററിൽ കൂടിയാ പോകുന്നെങ്കിൽ ഡിഫ്ലക്ഷൻ ഇല്ലാണ്ട് അങ്ങനെ പോകും. അതേസമയം നമ്മൾ എന്ത് ചെയ്തു? ഒരു ഫോക്കസിൽ കൂടി, അതായത് ലൈറ്റ് ഓപ്പോസിറ്റ് സൈഡിലെ ഫോക്കസിൽ കൂടി പോയി കഴിഞ്ഞാൽ പിന്നെ അത് ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും പോകണ്ടാവുക? ഒപ്റ്റിക് ആക്സിസിന് പാരലൽ ആയിട്ട് പോട്ടോ. മനസ്സിലായില്ലേ? ഈ 3 കേസ് മനസ്സിലായില്ലേ? അത് നല്ല ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഇത് വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യണത്? നമ്മള് ഓരോ റേ ഡയഗ്രാമും വരയ്ക്കണം കേട്ടോ. സെറ്റ് അല്ലേ? എല്ലാരും സെറ്റ് അല്ലേ? ഓക്കെ. അപ്പൊ അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്കിനി ഓരോ റേ ഡയഗ്രാം പഠിക്കാം. എന്താണ്? ഓരോ റേ ഡയഗ്രാം പഠിക്കാം. അതിനു മുമ്പ് ഒരു കാര്യം കൂടി ഉണ്ട്. ഇതും കൂടി പറഞ്ഞിട്ട് മിസ് അത് നോക്കാം. ഇത് നോക്കി, നമ്മൾ ഈ നോക്കിയ 3 പ്രിൻസിപ്പിളും ഒരുമിച്ച് നോക്കുന്നതാണ് ഈ കേസ്. നോക്കാം. ഇത് നോക്കിയേ, ലൈറ്റ് റേസ് ഇങ്ങനെ വന്ന് വീഴുന്നല്ലേ? ലൈറ്റ് റേസ് ഇങ്ങനെ വന്ന് വീഴുന്നു. അതേത്? ഫസ്റ്റ് കേസിൽ ഇത് അതിലെ കൂടി പോകും, നമ്മുടെ ഫോക്കസിൽ കൂടി പോകും അല്ലേ? ഫോക്കസിൽ കൂടി പോയില്ലേ? ഇതാണ് നമ്മുടെ ഫസ്റ്റ് കേസ്. ഇനി അടുത്ത കേസ് നോക്കിയേ, നമ്മൾ പറഞ്ഞത് ഒപ്റ്റിക് ആക്സിസിൽ കൂടി പോയി, അല്ല ഒപ്റ്റിക് സെന്ററിൽ കൂടി പോയി. ഒപ്റ്റിക് സെന്ററിൽ അല്ലേ ഇത്? സെന്ററിൽ കൂടി പോകുമ്പോൾ ഡിഫ്ലക്ഷൻ ഇല്ലാണ്ട് പോയില്ലേ? ഡിഫ്ലക്ഷൻ ഇല്ലാണ്ട് പോയല്ലേ? ആൻഡ് തേർഡ് കേസ് എന്താ നമ്മൾ പറഞ്ഞത്? ഫോക്കസിൽ കൂടി ആയിരിക്കും പോകണ്ടാവുക. എന്താണ്? ഫോക്കസിൽ കൂടി പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഫോക്കസിൽ കൂടി പോകുമ്പോൾ ഇവിടം വരെ ഇങ്ങനെ പോകുന്നു. ദെൻ എന്താവും? നമ്മുടെ ഒപ്റ്റിക് ആക്സിസിന് പാരലൽ ആയിട്ട് പോട്ടെ. എന്താണ്? ഒപ്റ്റിക് ആക്സിസിന് പാരലൽ ആയിട്ട് പോകും. ഇത് 3 കൂടി കണ്ടോ? ആ 3 കൂടി വന്ന ഒരു പോയിന്റ് കണ്ടോ? ഇവിടെയാണ് എന്തുണ്ടാവുക? നമ്മുടെ ഇമേജ് ഫോം ചെയ്യുക. എന്താണ്? നമ്മുടെ ഇമേജ് ഫോം ചെയ്യണുണ്ടാവും കേട്ടോ. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? സെറ്റ് അല്ലേ എല്ലാരും? അപ്പൊ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മിസ് ഓൾറെഡി ആ സെക്ഷൻ നോക്കിയത് കേട്ടോ. അപ്പൊ ഇതല്ല, ഇങ്ങനെയാണ് നമുക്ക് എന്താ കണ്ടോ? ഈ ലൈറ്റ്സ് ഇങ്ങനെയാണ് നമുക്ക് എന്ത് ഫോം ചെയ്യണം? ഡി എന്ന് പറഞ്ഞ ഒരു ഡിയിൽ നമ്മൾ എന്ത് ചെയ്തു? ഇമേജ് ഫോം ചെയ്തു.
അപ്പൊ നമുക്കിനി ഓരോ റേ ഡയഗ്രത്തിൽ ഒബ്ജക്ട്സ് മാറുന്ന അനുസരിച്ച് നമ്മുടെ ഇമേജ് ഫോം ചെയ്യണത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പൊ ഫസ്റ്റ് കേസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് കേസ് എവിടെയാ? ഇതെവിടെ വെച്ചേക്കുന്നത്? നമ്മുടെ ഒബ്ജക്റ്റ് OB എന്ന് പറയുന്നതാണ് എന്ത്? ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. IM എന്ന് പറയുന്നതാണ് ഇമേജ്. എന്താണ്? OB എന്ന് പറയുന്നത് ഒബ്ജക്റ്റും IM എന്ന് പറയുന്നത് ഇമേജും ആണ്. ഓക്കെ, അപ്പൊ ആദ്യത്തെ കേസിൽ നമ്മൾ എവിടെയാണ് നമ്മുടെ ഇമേജ് എവിടെ വെച്ചേക്കുന്നത്? സോറി, നമ്മുടെ ഒബ്ജക്റ്റ് വെച്ചേക്കുന്ന ഒബ്ജക്റ്റ് അറ്റ് ബിയോണ്ട് BF അല്ലേ? ബിയോണ്ട് BF അല്ല 2F, സോറി 2F, ബിയോണ്ട് 2F ട്ടോ. അതായത് 2Fന് ബാക്കിലായിട്ടാണ് എന്ത് വെക്കുക? നമ്മള് ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ടാവുക. എന്താണ് ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ടാവുക? ഈ ഒബ്ജക്റ്റ് ഞാൻ വെച്ചു, കണ്ടോ? ഒരു ഒബ്ജക്റ്റ് ഞാൻ വെച്ചു. നമ്മൾ ആദ്യത്തെ നമ്മൾ നോക്കിയേ, ഫസ്റ്റ് കേസിൽ എന്താ? ലൈറ്റ് വന്ന് എന്ത് ചെയ്തു? പ്രിൻസിപ്പൽ ഒപ്റ്റിക് ആക്സസിന് പാരലലായിട്ട് പോകുന്നു. അതെവിടെ വന്ന് ഫോൾ ചെയ്യുന്നു? നമുക്കറിയാം ഫോക്കസിൽ കൂടി അത് ഇങ്ങനെ പോകും അല്ലെ? ഫോക്കസിൽ കൂടി പോയി. സെക്കൻഡ് എങ്ങനെ? ഒപ്റ്റിക് ആക്സസിൽ കൂടി, ഒപ്റ്റിക് സെന്ററിൽ കൂടി പോകും അല്ലെ? ഒപ്റ്റിക് സെന്ററിൽ കൂടി പോകുമ്പോഴേക്കും അതെവിടെ വന്ന് ഡിഫ്ലക്ഷൻ ഇല്ലാണ്ട് ഇങ്ങനെ പോലെ. അപ്പൊ ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്യുന്നത് ആ പോയിന്റ് ഏതാ? കണ്ടോ? ഈ പോയിന്റ് ആണ് നമ്മുടെ എന്ത് ഫോം ചെയ്യുക? ഇമേജ് ഫോം ചെയ്യുക. ആ രണ്ട് ലൈറ്റ്സും കൂട്ടിമുട്ടുന്നത് എവിടെയാണോ അവിടെയാണ് ഇമേജ് ഫോം ചെയ്യാൻ നോക്കുക. അത് എവിടെയാണ്? നമ്മുടെ ഫോക്കസിന്റെയും 2Fന്റെയും നടുക്കല്ലേ? അപ്പൊ എവിടെ ഇമേജ് ഫോം ചെയ്തത്? പൊസിഷൻ ബിറ്റ്വീൻ F ആൻഡ് 2F. എന്താണ്? F ആൻഡ് 2F. എവിടെയാണ് ഇമേജ് ഫോം ചെയ്തിട്ടുണ്ടാവുക? നമ്മുടെ ബിറ്റ്വീൻ F ആൻഡ് 2F എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമേജ് ഫോം ചെയ്യുന്നത് Fന്റെയും ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള ഫോക്കസിന്റെയും 2Fന്റെയും നടുക്കായിരിക്കും ഇമേജ് ഫോം ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ ഇത് നോക്കിയേ, ഇത് എന്ത് തരം ഇമേജാണ്? നമ്മൾ കൊടുത്തത് ഇത്തിരി വലുതായിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഇമേജാ അല്ലെ? ഇങ്ങനത്തെ ഒരു ഇമേജ് ആണ്. പക്ഷെ നമ്മൾ കൊടുത്ത ഒബ്ജക്റ്റിനെക്കാട്ടും ചെറുതല്ലേ നമ്മുടെ ഇമേജ്? കണ്ടോ? ഇത് ഒബ്ജക്റ്റ് ഇത്ര ഉണ്ടായി, നമുക്ക് കിട്ടിയത് എത്ര? ഇത്ര ഉള്ളു അല്ലെ? ഇത്ര ഉള്ളു. അപ്പൊ അതെന്താ? കുഞ്ഞാ അല്ലെ? ഡിമിനിഷ്ഡ് എന്ന് പറയാം. അതിനെന്താ? ഡിമിനിഷ്ഡ്. ആൻഡ് ഓൾസോ അതെവിടെയാ? ഇത് നോക്കിയേ, ഇത് നേരെയാ. ഇത് പക്ഷെ എങ്ങനെയാ? തല തിരിഞ്ഞാലേ? അപ്പൊ ഇതെന്താ? ഇൻവേർട്ടഡ്. മനസ്സിലായോ? ഇൻവേർട്ടഡ്. മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് കാണാപ്പാടം ഒന്നും പഠിക്കണ്ട. നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ ഈ റേ ഡയഗ്രാം വെച്ച് നോക്കുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും? ഈസിലി റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റൂട്ടോ. അപ്പൊ ഈ ഫസ്റ്റ് കേസിൽ എന്താ? നമ്മൾ ഒബ്ജക്റ്റ് എവിടെ വെച്ചത്? 2Fന്റെ ബാക്കിലായിട്ടാണ് വെച്ചത്. പക്ഷെ നമുക്ക് ഇമേജ് ഫോം ചെയ്ത് എവിടെയാ? Fന്റെയും 2Fന്റെയും നടുക്കായിട്ടാട്ടോ. Fന്റെയും 2Fന്റെയും നടുക്കായിട്ടാണ്. അപ്പൊ നമ്മൾ യൂസ് ചെയ്ത ആ 3 പ്രിൻസിപ്പിൾ വെച്ചില്ല, ആ 3 പ്രിൻസിപ്പിൾ 2 എണ്ണം വെച്ചാണ് നമുക്ക് ഈ ഇമേജ് കിട്ടിയത്. കിട്ടിയ ഇമേജ് എങ്ങനെയാ? ഇത് ഇത്തിരി വലുതാണെങ്കിൽ നമുക്ക് കിട്ടിയ ഇമേജ് എന്താ? ചെറുതുമാണ്. എന്താണ്? തല തിരിഞ്ഞുമാണ് കേട്ടോ. മനസ്സിലായില്ല എല്ലാവർക്കും? ഓക്കെ, സെറ്റ്. ഇനി അപ്പൊ നമ്മൾ ഫസ്റ്റ് സെക്ഷൻ പഠിച്ചു. ഇനി അടുത്ത നോക്കിയേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് അറ്റ് 2F. അതായത് ഒബ്ജക്റ്റ് എവിടെയാണ്? ഒബ്ജക്റ്റ് എവിടെ വെച്ചേക്കുന്നത്? ഒബ്ജക്റ്റ് അറ്റ് 2F. അതായത് ഒബ്ജക്റ്റ് എവിടെ ഉള്ളത്? നേരത്തെ നമ്മൾ വെച്ചത് 2Fന്റെ ബാക്കിലായിട്ട്. ഇപ്പൊ നമ്മൾ വെക്കുന്ന അവിടെ 2Fലാട്ടോ ഒബ്ജക്റ്റ് വെക്കുന്നത്. അപ്പൊ നിങ്ങൾ ടെക്സ്റ്റിൽ ഇത് വരയ്ക്കാനാണ്. അപ്പൊ മിസ് വരയ്ക്കാൻ ഹെൽപ്പ് ചെയ്യാം. പക്ഷെ എല്ലാരും മിസ്സിന്റെ ഒപ്പം ഇത് വരക്കണം കേട്ടോ. ആരും ഇത് വരക്കാണ്ടൊന്നിരിക്കരുത്. എല്ലാരും മിസ് ചെയ്യണൊപ്പം വരയ്ക്കാട്ടോ. അപ്പൊ ഫസ്റ്റ് കേസ് ഓക്കെ. ഇത് മിസ് വരക്കുമ്പോൾ ഇത്തിരി ഇതുണ്ടാകും. എന്നാലും നിങ്ങൾ എല്ലാവരും കറക്റ്റ് മെഷർമെന്റ് എടുത്താട്ടോ വരക്കേണ്ടത്. എന്താണ്? മെഷർമെന്റ് എടുത്താണ് വരക്കേണ്ടത്. മിസ് ഇവിടെ മെഷർമെന്റ് ഇല്ലാണ്ടാണ് വരക്കുന്നത്. അപ്പൊ എല്ലാവരും അതുപോലെ വയ്ക്കാം. അപ്പൊ 2Fൽ ആദ്യത്തെ നമ്മൾ ഈ വരച്ചിട്ടുണ്ട്. ഇതിലെ കൂടി ഒപ്റ്റിക് സെന്ററിൽ കൂടിയാ പോവാ. അപ്പൊ നമുക്കറിയാം അവിടെ എന്തെങ്കിലും ഡിഫ്ലക്ഷൻ സംഭവിക്കോ? ഇല്ലല്ലേ? ലൈറ്റ് ഇങ്ങനെ നേരെ തന്നെ പോവില്ലേ? എങ്ങനെയാണ്? നേരെ തന്നെ പോകും.
നേരെ തന്നെ വിത്തൗട്ട് എനി ഡിഫ്ലക്ഷൻ എന്ന് മിസ് ഓൾറെഡി പറഞ്ഞായിരുന്നു. ഇനി അടുത്ത ലൈറ്റ് എങ്ങോട്ടാ പോകുക നമുക്കറിയാം, ഇങ്ങനെ ആയിരിക്കും പോണ്ടാവുക. ഇങ്ങനെയാണ് പോണ്ടാവുക. അപ്പൊ ഇത് എവിടെ ഫോം ചെയ്യും? എവിടെ ഫോം ചെയ്യുക? 2Fൽ. അപ്പൊ നമുക്കറിയാം ഇനി എങ്ങനെ പോവാം? നമ്മുടെ ഇതിലെ കൂടിയാ പോവുക, ഫോക്കസിൽ കൂടി പോകും അല്ലെ? എന്താ? ഫോക്കസിൽ കൂടി പോകും. ഫോക്കസിൽ കൂടി പോകുമ്പോ ഫോക്കസിൽ കൂടി പോകും. അത് മിസ് വരച്ചതിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. അപ്പൊ നിങ്ങൾ അതനുസരിച്ച് വരയ്ക്കുക. നിങ്ങൾ സ്കെയില് കൊണ്ട് തന്നെ വരക്കാട്ടോ. ഇത് ഇങ്ങനെ പോയിട്ട് സോറി. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം സ്കെയില് കൊണ്ട് തന്നെ വരയ്ക്കാട്ടോ. സ്കെയില് കൊണ്ട് തന്നെ വരക്കുക. എന്നാലും ഇത് കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇതെന്താ? കണ്ടോ? അപ്പൊ ഇമേജ് എവിടെ ഫോം ചെയ്യാൻ നോക്കിയേ? നമ്മുടെ 2Fൽ. കണ്ടോ? 2Fലാണ് നമ്മുടെ ഇമേജ് ഫോം ചെയ്യുക. എന്താണ് നമ്മുടെ ഇമേജ് എവിടെ ഫോം ചെയ്യുക? 2Fലാണ്. അപ്പൊ ഇത് മിസ് ഒരു റഫ് ആയിട്ടാണ് വരച്ചത്. നിങ്ങളപ്പോ എന്ത് ചെയ്യുക? നല്ല രീതിക്ക് സ്കെയിൽ കൊണ്ട് തന്നെ വരയ്ക്കുക കേട്ടോ. എന്നാലേ കറക്റ്റ് നമുക്ക് വാല്യൂ കിട്ടുള്ളൂ. പക്ഷെ ഇത് നോക്കിയേ, ഈ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എത്രയാണോ മിസ് വരച്ചോണ്ടാണ്. അതായത് ഈ ഇമേജ് എത്രയാണോ ആ സെയിം സൈസ് തന്നെ ആയിരിക്കും നമ്മുടെ നമുക്ക് കിട്ടുന്ന ഇമേജ്. എത്രയാണോ ഒബ്ജക്റ്റ് അത് തന്നെ ആയിരിക്കും ഇമേജ്. അതായത് സെയിം സൈസ് ആട്ടോ. എന്താണ്? 2Fൽ വെക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇമേജ് എത്രയായിരിക്കും? സെയിം തന്നെയാണ് കിട്ടേണ്ടവ. ആൻഡ് ഓൾസോ ഇത് എവിടെയാ ഇമേജ് ഫോം ചെയ്തേ? 2Fൽ തന്നെ. മനസ്സിലായില്ലേ? അപ്പൊ ഇമേജ് ഫോംഡ് at 2F. When we keep a object at 2F, the image will form at 2F ട്ടോ. മനസ്സിലായല്ലോ? ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇമേജ്. ഇതെന്താ? മിസ് ഓൾറെഡി പറഞ്ഞു. ഇതിന്റെ അതേ സൈസ് തന്നെയല്ലേ നമ്മൾ ഇതിനും വെച്ച് വരച്ചേക്കുന്നത്. സെയിം സൈസ് അല്ലേ? അപ്പൊ എന്താ? സെയിം സൈസും ആൻഡ് ഓൾസോ എന്താണ്? ഇത് ഇൻവേർട്ടഡ് ആണ്. എന്താണ്? ഇൻവേർട്ടഡ് ആണ്. അത് നമുക്ക് ഓൾറെഡി മിസ് പറഞ്ഞല്ലോ. ഇത് തലതിരിഞ്ഞിരിക്കുന്ന മിസ് പറഞ്ഞില്ലേ? അപ്പൊ ഇതെന്താ? ഇൻവേർട്ടഡ് ആട്ടോ. സെറ്റ് അല്ലേ എല്ലാരും? ഓക്കെ. അപ്പൊ നമ്മള് സെക്കൻഡ് കേസും പഠിച്ചല്ലേ? അതായത് ഒബ്ജക്റ്റ് അറ്റ് 2F ആണെങ്കിൽ ഇമേജും എവിടെ തന്നെ ആയിരിക്കും? 2Fൽ തന്നെ. ആൻഡ് ഓൾസോ കണ്ടോ, ഇമേജും ഒബ്ജക്റ്റും 2Fൽ ആയതുകൊണ്ട് തന്നെ സൈസും എന്തായിരിക്കും? സെയിം തന്നെ ആയിരിക്കും. പക്ഷെ എന്താണ്? തല തിരിഞ്ഞായിരിക്കും. അതായത് ഇൻവേർട്ടഡ് ആയിരിക്കും. അതെല്ലാരും ശ്രദ്ധിക്കുക. ഓക്കെ, സെറ്റ് അല്ലേ? ഓക്കെ. ഇനി അടുത്ത കേസും കൂടി നോക്കാം. അടുത്ത കേസ് നോക്കിയേ. അടുത്ത കേസിൽ എന്താ? അടുത്ത കേസിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇത് എവിടെയാ? ഇത് ഒബ്ജക്റ്റ് എവിടെ വെച്ചേക്കുന്നത്? നമ്മുടെ 2Fന്റെയും Fന്റെയും നടുക്കാണ്. അപ്പൊ നമുക്ക് അത് എഴുതാം. ഒബ്ജക്റ്റ് അറ്റ് 2F ആൻഡ് F. അതായത് Fന്റെ ഫോക്കസിന്റെയും പ്രിൻസിപ്പൽ ഫോക്കസിന്റെയും 2Fന്റെ നടുക്കാണ് നമ്മുടെ എന്ത് വെച്ചേക്കുന്നത്? നമ്മുടെ ഒബ്ജക്റ്റ് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പൊ അതേ നോക്കിയേ, അവര് ഫസ്റ്റ് കേസ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് കേസിൽ എന്താണ്? ഫസ്റ്റ് കേസിൽ തന്നേക്കുന്നത് നമ്മുടെ എവിടെ കൂടി പോകുന്നു? നമ്മൾ ആദ്യത്തെ റൂള് വെച്ച് നമ്മൾ ഇങ്ങനെ വന്ന് ലൈറ്റ് വീഴുന്നു. ആ ലൈറ്റ് എവിടെ കൂടി പോകുന്നു? ഫോക്കസിൽ കൂടി പോകും അല്ലെ? എന്താണ്? ഫോക്കസിൽ കൂടി പോകും. നെക്സ്റ്റ് എന്താ നമ്മൾ അറിയാം? നമ്മൾ ഒപ്റ്റിക് സെന്ററിൽ കൂടി പോവില്ലേ? ഒപ്റ്റിക് സെന്ററിൽ കൂടി ലൈറ്റ് പോകുന്നു. എവിടെ കൂടിയാ? ഒപ്റ്റിക് സെന്ററിൽ കൂടി ഇങ്ങനെ ലൈറ്റ് പോകുമ്പോ നോക്കിയേ, എവിടെയാ ഇമേജ് ഫോം ചെയ്യണ്ടാവാ? നമ്മുടെ എവിടെ? 2Fന്റെ ബാക്കിലായിട്ടാ അല്ലെ? എവിടെയാണ്? നമ്മുടെ 2Fന്റെ ബാക്കിലായിട്ടാണ് എന്തുണ്ടാവുക? ഇമേജ് ഫോം ചെയ്യുക. ആ ഇമേജ് ഫോമിന് മിസ് IM എന്നാട്ടോ. IM ഇമേജ് ഫോം ചെയ്യണത് IM. അപ്പൊ എവിടെയാണ് ഇമേജ് ഫോം ചെയ്യണത്? എവിടെയാണ്? നമ്മള് ഒബ്ജക്റ്റ് വെച്ചത് എത്രയാ? 2Fനും Fന്റെയും നടുക്ക്. ആൻഡ് ഇമേജ് ഫോം ചെയ്ത് എവിടെയാ? 2Fന്റെ ബാക്കിലായിട്ട്. അപ്പൊ എന്താ? ബിയോണ്ട് 2F അല്ലെ? പൊസിഷൻ ഓഫ് ഇമേജ് എന്താ? ബിയോണ്ട് 2F. എവിടെയാണ്? ബിയോണ്ട്
2f. എവിടെയാണ്? 2fന്റെ ബാക്കിലായിട്ടാ അല്ലേ? പക്ഷെ ഈ ഇമേജ് നോക്കിയേ, നമ്മൾ വെച്ച ഒബ്ജക്റ്റ് എത്രയാ? ഇത്രയേ ഉള്ളൂ സൈസ്. പക്ഷെ ഇമേജ് എത്രയാ? വലുതാ അല്ലേ? അതായത് മാഗ്നിഫൈഡ്, അല്ലെങ്കിൽ വേണ്ട എൻലാർജ് എന്ന് എഴുതാം. എന്താണ്? എൻലാർജ്ഡ് ഇമേജ്. എൻലാർജ്ഡ് അല്ലേ? എന്താണ്? എൻലാർജ്ഡ്. പിന്നെ ആസ് യൂഷ്വൽ എന്താണ്? ഇൻവേർട്ടഡ് അല്ലേ? എന്താണ്? ഇൻവേർട്ടഡ് ഇമേജ് ആണ്. അപ്പൊ എക്സാമിന് നിങ്ങളോട് ചോദിക്കും, നിങ്ങളോട് ചിലപ്പോൾ ചോദിക്കാം റേ ഡയഗ്രം തന്നിട്ട് അത് വരയ്ക്കാനും പറയും, അതിന്റെ പൊസിഷനും ഇമേജിന്റെ പ്രത്യേകതകളും എഴുതാൻ പറയും. അപ്പൊ ഈ കേസിൽ എന്തായിരുന്നു? നമ്മൾ 2fന്റെയും fന്റെയും നടുക്കാണ് ഒബ്ജക്റ്റ് വെച്ചത്. ആൻഡ് ഓൾസോ ഔട്ട്പുട്ട് എവിടെ കിട്ടിയത്? നമുക്ക് 2fന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള 2fന്റെ ബാക്കിലായിട്ടാണ്. ആൻഡ് ഓൾസോ ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇമേജ് എന്ന് പറഞ്ഞാൽ എന്താ? ഇത് എൻലാർജ്ഡ് ഇമേജ് ആണ്. നമ്മൾ കൊടുത്ത ഒബ്ജക്റ്റിനെക്കാട്ടും വലുപ്പമുണ്ട് ഈ ഇമേജിന്. ആൻഡ് ഓൾസോ അത് തലതിരിഞ്ഞാട്ടോ. ഓക്കെ, സെറ്റ് അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ 3 സെക്ഷൻസ് നോക്കിയല്ലേ? അതായത് ഒബ്ജക്റ്റ് അറ്റ് ആദ്യത്തെ കേസിൽ എത്ര? ബിയോണ്ട് 2f അല്ലെ? ബിയോണ്ട് 2f ആണ് വെച്ചത്. അതായത് ഒബ്ജക്റ്റ് 2fന്റെ ബാക്കിലായിട്ട് വെച്ചു. പിന്നെന്താ ഒബ്ജക്റ്റ് അറ്റ് 2fൽ വെച്ചു. നമ്മൾ പിന്നെ വെച്ചത് എവിടെ? ഒബ്ജക്റ്റ് അറ്റ് 2f ആൻഡ് f, ഇതിന്റെ രണ്ടിന്റെയും നടുക്ക് വെച്ചല്ലേ? ഈ 3 കേസും നമ്മൾ നോക്കി. ഇനി നമ്മൾ 4ാമത്തെ ഒരു കേസും കൂടി നോക്കാം. അപ്പൊ എല്ലാവരും ഇത് മിസ് എടുത്തെടുത്ത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇത് ശ്രദ്ധയോടെ വരക്കാട്ടോ. നമ്മൾ ആകെ 3 റൂൾസേ നോക്കിയോളൂ. ആ റൂൾസ് വെച്ച് അങ്ങനെ വരച്ചാൽ മതി. ആ റൂൾസ് വെച്ച് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും കിട്ടും. ആൻഡ് ഓൾസോ ഓൾവേസ് യൂസ് ദ സ്കെയിൽ ആൻഡ് പെൻസിൽ. അപ്പൊ നമുക്ക് കറക്റ്റ് മെഷർമെന്റിൽ അല്ലെങ്കിൽ കറക്റ്റ് രീതിയിൽ തന്നെ വരക്കാം. ഇതിൽ ചരിഞ്ഞൊക്കെ പോയാൽ നിങ്ങൾക്ക് തന്നെ ഡൗട്ടാവും, അയ്യോ ഇത് ഏതാണെന്നൊക്കെ ഉള്ളത് ഡൗട്ടാവും. പക്ഷെ ആരും പേടിക്കൊന്നും വേണ്ട, നമ്മൾ ശ്രദ്ധിച്ച് വരച്ചാൽ കിട്ടാന്നുള്ളൂ. ഇനി അടുത്ത കേസ് നോക്കാം. അടുത്ത കേസ് നോക്കിയേ, നമ്മുടെ ഒബ്ജക്റ്റ് എവിടെ വെച്ചേക്കുന്നത്? എഫിൽ വെച്ചേക്കാം. എന്താണ്? ഒബ്ജക്റ്റ് അറ്റ് എവിടെയാ? എഫ് ഇട്ടോ. ഒബ്ജക്റ്റ് അറ്റ് എഫ്. ഒബ്ജക്റ്റ് അറ്റ് എഫ് ഇട്ടോ. എവിടെയാണ്? ഒബ്ജക്റ്റ് അറ്റ് എഫിലാണ് വെച്ചേക്കുക. എഫിൽ വെക്കുമ്പോ എന്താ പ്രത്യേകത? ഓഫ്കോഴ്സ് ഫോക്കസിൽ വെച്ചു. ഒപ്റ്റിക് സെന്ററിൽ കൂടി എന്ത് പോയി? ഒപ്റ്റിക് സെന്ററിൽ കൂടി ലൈറ്റ് കടന്നു പോയല്ലോ. ലൈറ്റ് കടന്നു പോയി. ആൻഡ് ഓൾസോ അടുത്ത കേസ് എവിടെയാ? നമുക്കറിയാം എന്താ? നമ്മുടെ ലൈറ്റ് ഇങ്ങനെ പോകാം. ഇനി നമുക്ക് ഇങ്ങനെ പോകാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്തെങ്കിലും ലൈറ്റ് ഇങ്ങനെ പോകാം. എവിടെയാ? ഇങ്ങനെ പോകുന്നു. ഇങ്ങനെ പോകുമ്പോൾ നമുക്കറിയാം ഏതിൽ കൂടി പാസ്സാകുന്നു? നമ്മുടെ ഫോക്കസിൽ കൂടി പാസ്സാവും അല്ലേ? എവിടെയാണ്? ഫോക്കസിൽ കൂടി ഇങ്ങനെ പോകും. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത് ഒരിക്കലും കൂട്ടിമുട്ടില്ലേ എന്ന്. ഇത് കൂട്ടിമുട്ടും, പക്ഷെ നമുക്കൊരു ഇന്ന സ്ഥലം എന്ന് പറയാൻ പറ്റില്ല. അതൊരു ഇൻഫിനിറ്റിയിലായിരിക്കും എന്ത് ചെയ്യുക? ഇത് തമ്മിൽ കൂട്ടിമുട്ടുണ്ടാവും കേട്ടോ. ഇത് ഇങ്ങനെ പോയി കുറെ പോയി കഴിയുമ്പോഴേക്കും ഇത് ഇങ്ങനെ കൂട്ടിമുട്ടി അവിടെ ആയിരിക്കും ഇമേജ് ഫോം ചെയ്യണുണ്ടാവുക. അപ്പൊ നമുക്കൊരു ഇന്ന പർട്ടിക്കുലർ സ്ഥലം എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ നമുക്ക് അവിടെ ഇൻഫിനിറ്റി എന്ന് പറയാം കേട്ടോ. പൊസിഷൻ അറ്റ് ഇൻഫിനിറ്റി. പൊസിഷൻ അറ്റ് ഇൻഫിനിറ്റി. പക്ഷെ ഈ ഉണ്ടാവുന്ന ഇമേജിന്റെ പ്രത്യേകത എന്തായിരിക്കും? നമ്മൾ വിചാരിക്കണക്കാട്ടും വലുതായിരിക്കും. എന്താണ്? വലുത്, മാഗ്നിഫൈഡ് ആയിരിക്കും, ഇൻവേർട്ടഡ് ആയിരിക്കും കേട്ടോ. എന്താണ്? മാഗ്നിഫൈഡ് ഇൻവേർട്ടഡ് ഇമേജ് ആട്ടോ. ഇൻവേർട്ടഡ്. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ ഈ 4 കേസിലും ലാസ്റ്റ് കേസിൽ മാത്രമാണ് നമുക്ക് ഇന്ന സ്ഥലം എന്ന് പറയാൻ പറ്റാഞ്ഞത്. എന്താണ്? ഇമേജ് എവിടെ ഫോം ചെയ്യും എന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റാഞ്ഞ ഒരു സ്ഥലം എവിടെയായിരുന്നു? നമ്മൾ ലാസ്റ്റ് കേസിൽ, അതായത് ഒബ്ജക്റ്റ് അറ്റ് എഫിലാണ് നമുക്ക് പറയാൻ പറ്റാഞ്ഞത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻഫിനിറ്റിയിലാണ്. അതായത് നമുക്ക് സ്ഥലം പർട്ടിക്കുലർ അല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഇൻഫിനിറ്റി എന്ന് കൊടുത്തു. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇമേജ് എന്തായിരുന്നു? മാഗ്നിഫൈഡ് ആണ്. അതെന്ത്? ഇൻവേർട്ടഡ് ആണ്. ആൻഡ് ഓൾസോ ഈ 4 കേസിലും നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയില്ല, ഇത് എന്ത് ഇമേജ് ആണ്? റിയൽ ഇമേജ് ആ അല്ലെ? അതായത് ഇത് വേറെ എവിടെയോ ഒരു സ്ക്രീനിലായിരിക്കും ഇത് എന്ത് ചെയ്യുക? ഫോം ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ഈ 4 കേസിലും ഒരു റിയൽ ഇമേജ് ആണ് ഇത് ഫോം ചെയ്യുന്നുണ്ടാവും കേട്ടോ. എല്ലാവർക്കും മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് റിയൽ ആണോ വെർച്വൽ ആണോ എന്നുള്ള ഒരു ഡൗട്ട് വരും. പക്ഷെ ഇതെന്താ? റിയൽ ഇമേജ് ആട്ടോ. അപ്പൊ നമ്മൾ ഏതൊക്കെ കേസ് ഇപ്പൊ നോക്കിയത്? ഒബ്ജക്റ്റ് ബിയോണ്ട് 2f നോക്കി,
ഒബ്ജക്റ്റ് അറ്റ് 2f നോക്കി, ഒബ്ജക്റ്റ് അറ്റ് പിന്നെ എവിടെയാ വെച്ചത് 2f ആൻഡ് f എന്ന് നോക്കി, ആൻഡ് ഇപ്പൊ എവിടെ ഒബ്ജക്റ്റ് അറ്റ് എഫ്. ഓക്കെ, എഫ്. ഇപ്പം നിങ്ങൾ കഴിഞ്ഞ സെക്ഷൻ ശ്രദ്ധിച്ചിട്ടുള്ളവരാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ എല്ലാവരും ശ്രദ്ധിക്കുക. കഴിഞ്ഞ സെക്ഷൻ കാണാത്തവർ അത് പോയി കാണാം. അതിൽ മിസ് പറഞ്ഞായിരുന്നു കോൺവെക്സ് ലെൻസ് ഈസ് എ മാഗ്നിഫൈങ് ലെൻസ് എന്ന് പറഞ്ഞു. അതായത് കോൺവെക്സ് ലെൻസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇമേജസ് മാഗ്നിഫൈ ചെയ്ത് അതായത് വലുതാക്കി കാണാൻ പറ്റുമെന്ന് മിസ് ഓൾറെഡി പറഞ്ഞായിരുന്നു. അപ്പൊ ഈ കേസിലൊക്കെ നോക്കിയേ, നമ്മൾ ഫസ്റ്റ് കേസിൽ മാത്രമേ ചെറിയ ഇമേജ് കണ്ടിട്ടുള്ളൂ. പോകെ പോകെ എന്താ നമുക്ക് ഇമേജ് ഇങ്ങനെ വലിയതാക്കിയാലേ കാണണം. നമ്മൾ എന്താ ഇമേജ് നമുക്ക് വലിയ സൈസിലേക്കാണ് കാണുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇത് എന്ത് പറയാ, ഇത് മാഗ്നിഫൈയിങ് ലെൻസ് എന്ന് പറയണ്ടാവും കേട്ടോ. എന്താണ് മാഗ്നിഫൈയിങ് ലെൻസ് എന്ന്. അപ്പൊ അത് നിങ്ങൾക്ക് ഒരു ശ്രദ്ധയിലേക്ക് വരുത്താൻ വേണ്ടിയാണ് മിസ് ഇത് പറഞ്ഞിട്ടുണ്ടായത്. ഓക്കെ, ഇതോടെ കഴിഞ്ഞില്ല കേട്ടോ, നമുക്ക് ഇനി ഒരു സെക്ഷനും കൂടി ഉണ്ട്. ആ സെക്ഷനാണ് നോക്കിയേ. ഇത് നിങ്ങൾക്ക് കൺഫ്യൂസിങ് ആണല്ലോ എന്ന് വിചാരിക്കും, പക്ഷെ കൺഫ്യൂസിങ് ആണ്, ഈസിയാണ്. നമ്മൾ പഠിച്ച റൂൾസ് ഒക്കെ തന്നെ ഇത് യൂസ് ചെയ്യണുള്ളൂ. ഓക്കെ, ഇതെന്താണ്? ഓക്കെ, ഓക്കെ, സെറ്റ്. അപ്പൊ അതേ നോക്കിയേ, എന്താ ഇത് നോക്കിയേ, ഇത് നോക്കണ്ട കേട്ടോ. ഓക്കെ, അപ്പൊ അതേ നോക്കിയേ, നമ്മൾ എവിടെ വെച്ചു, ഒബ്ജക്റ്റ് അറ്റ് എഫും ഓയിന്റെയും നടുക്ക്, അതായത് ഒപ്റ്റിക് സെന്ററിന്റെയും ഫോക്കസിന്റെയും നടുക്കായിട്ട് നമ്മൾ എവിടെ വെച്ചു, എന്ത് വെച്ചു, നമ്മുടെ ഈ ഒബ്ജക്റ്റ് വെച്ചു. എന്താണ് ഒബ്ജക്റ്റ് എവിടെ വെച്ചു, ഒപ്റ്റിക് സെന്ററിന്റെ ഫോക്കസിന്റെ നടുക്കായിട്ട് വെച്ചു. ആസ് യൂഷ്വൽ ഒരു സാധാ ഒബ്ജക്റ്റ് വെച്ചു. നോക്കിയേ, നമുക്കറിയാം ഒബ്ജക്റ്റ് എവിടെ കൂടി പോകുന്നു, ഒബ്ജക്റ്റ് ചെയ്ത് ഫസ്റ്റ് കേസിൽ നോക്കിയേ, ഇത് നോക്കിയേ, നമ്മൾ പറയാം ഒബ്ജക്റ്റ് ഇങ്ങനെ പോകും. എവിടെ കൂടിയാ നമുക്കറിയാം, ഒപ്റ്റിക് സെന്ററിൽ കൂടി ഇങ്ങനെ കടന്നു പോകും എന്ന് പറഞ്ഞു. എന്താണ് ഒപ്റ്റിക് സെന്ററിൽ കൂടി ഇങ്ങനെ കടന്നു പോകുന്നു. അടുത്ത കേസ് നമ്മൾ എന്താ, ഇങ്ങനെ പ്രിൻസിപ്പൽ ഒപ്റ്റിക് സെന്റർ ഒപ്റ്റിക് ആക്സിസിന് പാരലൽ ആയിട്ട് പോയാൽ അത് എവിടെ കൂടി പോകുന്നു, ഫോക്കസിൽ കൂടി പോകുന്നു പറയുന്നു. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഓക്കെ ഇത് എവിടെയെങ്കിലും കൂട്ടിമുട്ടും, പക്ഷെ ഈ കേസിൽ കൂട്ടിമുട്ടില്ല. ഇത് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്നാലും ഇതിങ്ങനെ പോകുള്ളൂ. ഇതിങ്ങനെ പോകുന്നു, ഇതിങ്ങനെ പോകുന്നു, ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുള്ളൂ. ഇതൊരു മിസ് വരച്ചേണ്ട ഇതാണ്, പക്ഷെ ഇത് ഒരിക്കലും കൂട്ടിമുട്ടില്ല. അപ്പൊ കൂട്ടിമുട്ടില്ല എന്ന് മനസ്സിലായത് കൊണ്ട് തന്നെ ഇതെന്ത് ചെയ്യും, ഈ ഇമേജ് എന്ത് ചെയ്യും, ബാക്കിലേക്ക് ഇങ്ങനെ വരയ്ക്കും. ബാക്കിലേക്ക് നോക്കുമ്പോഴേക്കും എന്ത് സംഭവിക്കും, ഇതൊരു സ്ഥലത്ത് വന്ന് കൂട്ടിമുട്ടും. എവിടെയാണ്, ഒരു സ്ഥലത്ത് വന്ന് എന്ത് സംഭവിക്കുന്നു, കൂട്ടിമുട്ടുന്നു. അപ്പം എന്താ മിസ് പറഞ്ഞത്, ഒരു ഒബ്ജക്റ്റ് വെക്കുന്നു, ഒബ്ജക്റ്റ് ലൈറ്റ് അടിക്കുന്നു. അഫ്കോഴ്സ് അത് ആദ്യത്തെ അതെന്താ ഒപ്റ്റിക് സെന്ററിൽ കൂടി കടന്നു പോകുന്നു. ഒപ്റ്റിക് സെന്ററിൽ കൂടി പോകുമ്പോൾ ഇങ്ങനെ പോകും. അത് നമുക്കറിയാലോ, ഒപ്റ്റിക് സെന്റർ വിത്തൗട്ട് എനി ഡിഫ്ലക്ഷൻ അത് മൂവ് ചെയ്യുന്നു. അടുത്തത് എവിടെ കൂടിയാ പോകുക, ഫോക്കസിൽ കൂടിയാണ് പോകുക. ഇങ്ങനെ പോകുന്നു, പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് ഇങ്ങനെ പോകുമ്പോൾ ഫോക്കസിൽ കൂടി പോകുന്നു. ഓക്കെ, സെറ്റ് അല്ലേ? പക്ഷെ ഇതെന്താ, ഇതൊരിക്കലും കൂട്ടിമുട്ടില്ല, അതായത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കൂട്ടിമുട്ടില്ല. അപ്പൊ എന്ത് ചെയ്യും, നമ്മൾ എന്ത് ചെയ്യും, ഇതിങ്ങനെ ഒരു പോയിന്റിലേക്ക് ബാക്കിലേക്ക് വലിച്ചു നീട്ടുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ബാക്കിൽ ഒരു സ്ഥലത്ത് എന്ത് സംഭവിക്കുന്നു, ഇമേജ് ഫോം ചെയ്യുന്നു. ആ ഇമേജിന്റെ പ്രത്യേകത ഒന്ന് നോക്കിയേ നിങ്ങൾ. ആ ഇമേജ് എന്തായിരിക്കും, നല്ല വലുതായിരിക്കും. നമ്മൾ കൊടുത്ത ഒബ്ജക്റ്റ് എത്രയാ, ഇത്രയേ ഉള്ളൂ, കുട്ടിയൊരു ഇമേജ് ആയിരുന്നു. പക്ഷെ ഉണ്ടാവുന്നത് എവിടെയാ, നമ്മുടെ വലിയൊരു നല്ലൊരു മാഗ്നിഫൈ ഇമേജ് ആയിക്കോട്ടെ, ഇമേജ് ആയിരിക്കും നമ്മൾ ഫോം ചെയ്യേണ്ടാവുക. എന്താണ്, ഒരു മാഗ്നിഫൈ ഇമേജ് ആട്ടോ ഫോം ചെയ്യണുണ്ടാവുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഓക്കെ, അപ്പൊ പൊസിഷൻ ഓഫ് ഇമേജ് എവിടെ ആയിരിക്കും, ഓൺ ദ സെയിം സൈഡ് ഓഫ് ദ ഒബ്ജക്റ്റ് അല്ലെ. എവിടെയാണ് ഒബ്ജക്റ്റ് ഉണ്ടാവുക, ഓൺ ദ സെയിം സൈഡ് ഓഫ് ദ ഒബ്ജക്റ്റ്. സെയിം സൈഡ് ഓഫ് ഒബ്ജക്റ്റ്, മനസ്സിലായല്ലോ? ഓൺ ദ സെയിം സൈഡ് ഓഫ് ഒബ്ജക്റ്റ്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇമേജ്, ഈ ഇമേജ് എന്താ, മാഗ്നിഫൈഡ് അല്ലേ. എന്താണ്, മാഗ്നിഫൈഡ് ആൻഡ് ഓൾസോ എന്താണ്, മാഗ്നിഫൈഡ് ആണ്. പിന്നെന്താ, ഇതെന്താ, ഇറക്റ്റ് ആണ്. ഇറക്റ്റ് മാത്രം, അതെന്താ, വെർച്വൽ ഇമേജാ. ഫസ്റ്റ് നോക്കേണ്ട വെർച്വൽ ഇമേജാ. കാരണം എന്താ, ഇതെവിടെ ഒരു സ്ക്രീനിൽ ഫോം ചെയ്യുന്നുണ്ടോ, ഇല്ലല്ലേ. അതായത് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് എന്താ വേണമെങ്കിൽ ആ ലെൻസിന്റെ ഏതെങ്കിലും ഭാഗത്തായിരിക്കും അത് ഫോം ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ഇതെന്താ, വെർച്വൽ ഇമേജ് ആണ്. എന്താണ്, വെർച്വൽ ഇമേജ്. നമുക്കിത് കാണാൻ പറ്റും, പക്ഷെ ഒരു സ്ക്രീനിലല്ല ഈ ഇമേജ് ഫോം ചെയ്യുന്നുണ്ടാവുക.
പിന്നെന്താ, ഇത്ര നേരം നമ്മൾ കണ്ടത് ഇൻവേർട്ടഡ് ഇമേജ് ആണെങ്കിൽ ഇതെന്താ, നിവർന്ന ഇമേജ് ആണ്. നല്ല നല്ല നിവർന്നൊരു ഇമേജ് ആയതുകൊണ്ട് തന്നെ ഇതിന് എന്ത് പറയും, ഇറക്റ്റ് എന്ന് പറയും. നല്ല നിവർന്ന ഇമേജിന് എന്താ പറയാ, ഇറക്റ്റ് എന്നാട്ടോ, ഇറക്റ്റ്. അപ്പം നമ്മൾ ഇത്ര നേരം കേൾക്കാത്ത 2 ടേംസ് ഇപ്പൊ വന്നു. എന്താ, വെർച്വലും ഇറക്റ്റും. വെർച്വൽ എന്ന് വെച്ചാൽ നമ്മൾ മിസ് ഓൾറെഡി പറഞ്ഞു, വി ക്യാൻ സീ ദാറ്റ് ഇമേജ് ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഓൺ എ സ്ക്രീൻ. ഒരു സ്ക്രീനിലല്ല ആ ഇമേജ് ഫോം ചെയ്യുക. അപ്പൊ അത് ഇമേജ് ഫോം ചെയ്യണത് വെർച്വൽ ആണ്. ആൻഡ് ഓൾസോ ഇത്ര നേരം ഇൻവേർട്ടർ തല തിരിഞ്ഞിരിക്കുന്ന ഇമേജിന് ഇപ്പൊ നമ്മൾ എന്ത് കണ്ടു, നിവർന്നൊരു ഇമേജ് കണ്ടുട്ടോ. എന്താണ്, നിവർന്നൊരു ഇമേജ് കണ്ടു. അപ്പൊ ഇത് ഇറക്റ്റ് ആട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഈ കേസും മനസ്സിലായില്ലേ, ഈ കേസിൽ മാത്രമാണ് ഇമേജ് ഒരു പർട്ടിക്കുലർ പോയിന്റ് നമുക്ക് പറയാത്തത്. അതെന്താ, അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു, അതിനെ ബാക്കിലേക്ക് എടുത്തു, ബാക്കിലേക്ക് വരച്ചു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, ഒരു ഇമേജ് കിട്ടി. ഓക്കെ, ഇമേജ് കിട്ടി അല്ലേ, സെറ്റ് അല്ലേ. അതെന്താ, മാഗ്നിഫൈഡ്, അതായത് നല്ല വലിയൊരു ഇമേജ് ആയിരിക്കും. നമ്മൾ കൊടുത്ത ഒബ്ജക്റ്റിന്റെ സൈസിനെക്കാട്ടും വലുതായിരിക്കും കേട്ടോ ആ ഇമേജിന്റെ സൈസ്. സെറ്റ് അല്ലേ, എല്ലാവരും ഓക്കെ അല്ലേ. അപ്പൊ നമ്മൾ എത്ര കേസസ് പഠിച്ചു, നമ്മൾ 5 കേസസ് പഠിച്ചു. 5 കേസിൽ നമ്മൾ തുടക്കം കണ്ട പോലെ അല്ല അവസാനം എത്തിയപ്പോഴേ. കാരണം എന്താ, ഇമേജിന്റെ സൈസ് മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു അല്ലെ, നമ്മൾ വലുതായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് അതിന്റെ പ്രത്യേക ക്യാരക്ടറിസ്റ്റിക്സിലും ചേഞ്ചസ് വന്നായിരുന്നു. സ്റ്റിൽ എന്താണ്, നമ്മൾ ആ പേര് കോൺവെക്സ് ലെൻസിന് ഒരു പേര് കൊടുത്ത പോലെ തന്നെ എന്താണ്, അതൊരു എന്താ മാഗ്നിഫൈങ് ലെൻസ് ആണ്. അത് പ്രൂവ് ചെയ്തല്ലേ, പ്രൂവ് ചെയ്തില്ലേ. ഓക്കെ, അപ്പൊ നമുക്കിനി ഒരു ടേബിൾ ഉണ്ട്, നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒരു ടേബിൾ ഉണ്ട്. ഈ ടേബിൾ ഇമ്പോർട്ടൻ്റ് ആട്ടോ, നിങ്ങൾക്ക് ചിലപ്പോൾ എക്സാമിന് നല്ല രീതിക്ക് തന്നെ ചോദിക്കും. പിന്നെ ഒരു കാര്യം, നിങ്ങൾക്ക് ഒരു ഷോർട്ട് കട്ട് എന്ന രീതിയിൽ മിസ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സ്റ്റാർട്ടിങ് ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല, ഫസ്റ്റ് കേസിൽ എന്തായിരുന്നു, നമ്മുടെ ഇമേജ് ബാക്കിൽ അല്ല ഒബ്ജക്റ്റ് ബാക്കിലായിരുന്നപ്പോഴേക്കും എന്ത് സംഭവിച്ചു, ഇമേജ് കയറിയാണ് ഇരുന്നത്. സെക്കൻഡ് കേസിൽ നമ്മൾ ഒബ്ജക്റ്റിനെ കയറ്റി, അപ്പൊ എന്ത് ചെയ്തു, ഇമേജ് പുറകിലേക്ക് പോയി. പിന്നെയും കയറ്റി, അപ്പോൾ ഇമേജ് പിന്നെയും പുറകിലേക്ക് പോയി. അപ്പോൾ നമ്മൾ ഒബ്ജക്റ്റ് കയറ്റണ അനുസരിച്ച് ഇമേജ് എങ്ങനെ ബാക്കിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. ആദ്യത്തെ കേസിൽ 2Fന്റെ മുമ്പിലായിരുന്നു, പിന്നത്തെ കേസിൽ 2Fലാണ് ഇമേജ് വന്നത്, പിന്നെ 2Fന്റെ ബാക്കില്, പിന്നെ ഇൻഫിനിറ്റി. ലാസ്റ്റ് കേസിൽ മാത്രമാണ് നമ്മൾ സെയിം ഡയറക്ഷനിൽ തന്നെ ഫോം ചെയ്തത്. അപ്പൊ ബാക്കി ആദ്യത്തെ 4 കേസിൽ എന്താ, നമ്മൾ ആദ്യം 2Fന്റെ ബാക്കിൽ വെച്ചപ്പോഴേക്കും 2Fന്റെ ഫ്രണ്ടിൽ ഫോം ചെയ്തു, പിന്നെ 2Fൽ വെച്ചപ്പോൾ 2Fൽ വന്നു, പിന്നെ 2Fന്റെ ഫ്രണ്ടിൽ വെച്ചപ്പോഴേക്കും 2Fന്റെ ബാക്കിൽ വന്നു. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലായി, നമ്മളിപ്പോ ഒരു സാധനം ഒരേ ലെങ്ത്തോളം സാധനം ഇങ്ങനെ കയറ്റി പോകുമ്പോ ഇവിടെ നിന്ന് കയറുകയാണെങ്കിൽ ഇവിടെ നിന്ന് എന്തായിരിക്കും, ഇറങ്ങി പോവാ അല്ലെ. അപ്പൊ അതൊരു ഷോർട്ട് കട്ടാണ്. നിങ്ങൾ അത് വെച്ച് എല്ലാവരും പഠിക്കണ്ട. സ്റ്റിൽ മിസ് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നുള്ളൂ. ബാക്കി എല്ലാ കേസിലും ആദ്യത്തെ 4 കേസിൽ എന്താ, ഇങ്ങനെ കയറി വരുന്നു. അപ്പോൾ ഇമേജ് എന്താ, ഇറങ്ങി പോകുന്നു. അപ്പൊ ആ ഒന്ന് ചിന്തിച്ച് വെച്ചാൽ നിങ്ങൾക്ക് കൺഫ്യൂസിങ് ആവില്ല. അപ്പൊ അതൊന്ന് ഓർത്തിരുന്നാൽ മാത്രം മതി കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ടേബിള് ഫിൽ ചെയ്താലോ. ഓക്കെ, അപ്പോൾ ബിയോണ്ട് 2Fലായിരുന്നു ഇമേജ് ഒബ്ജക്റ്റ് വെച്ചപ്പോഴേക്കും ഇമേജ് എവിടെ ഫോം ചെയ്തു, ബിറ്റ്വീൻ F ആൻഡ് 2F അല്ലെ, നമ്മൾ കണ്ടില്ലേ. ഓക്കെ, ഇനി എന്താ, അറ്റ് 2F ആകുമ്പോഴേക്കും എവിടെ വെച്ച പൊസിഷൻ ഓഫ് ഇമേജ് എവിടെയാ, അറ്റ് 2F സെറ്റ് അല്ലേ, അറ്റ് 2Fലല്ലേ. അപ്പൊ 2Fൽ വെച്ചപ്പോ 2Fൽ തന്നെ. ഇനി അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തായിരുന്നു, ആ ഇമേജിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തായിരുന്നു, സെയിം സൈസ് അല്ലേ, സെയിം സൈസ് ഓഫ് ഇമേജ് അല്ല ഒബ്ജക്റ്റ്, സെയിം സൈസ് ഓഫ് ഒബ്ജക്റ്റ്. പിന്നെന്തായിരുന്നു, ഇൻവേർട്ടഡ് ആയിരുന്നു അല്ലേ. എന്താണ്, ഇൻവേർട്ടഡ് ഇമേജ് ആയിരുന്നു. അപ്പൊ ഇതൊക്കെ നിങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ, ഇൻവേർട്ടഡ്. പിന്നെന്താ, മിസ് ഓൾറെഡി പറഞ്ഞത് റിയൽ ഇമേജും കൂടിയാണ്, കാരണം സ്ക്രീനിൽ ഫോം ചെയ്യുക അല്ലേ, ഇത് റിയൽ ഇമേജ് ആണ്. അപ്പൊ സെയിം സൈസ് ആസ് ഒബ്ജക്റ്റ്, ഇൻവേർട്ടഡ്, റിയൽ. ഇനി എവിടെയാ, Fനും 2Fനും വെച്ചു. എന്താണ്, Fനും 2Fനും. അപ്പൊ ഇമേജ് കേറി അല്ല ഒബ്ജക്റ്റ് കേറി, അപ്പൊ ഇമേജിന് എന്ത് സംഭവിക്കും, ഇറങ്ങും അല്ലെ. അപ്പൊ എന്താ, ബിയോണ്ട് 2F, ബിയോണ്ട് 2F. എന്താണ്, ബിയോണ്ട് 2F എന്ന് പറയാം. ഇതിൽ എന്താണ്, സെയിം സൈസ് ഒബ്ജക്റ്റ് അല്ല, എൻലാർജ്ഡ് ഒബ്ജക്റ്റ് ആയിരിക്കും. എന്താണ്, അല്ല എൻലാർജ്ഡ് ഇമേജ് ആയിരിക്കും, എൻലാർജ്ഡ് ഇമേജ് ആയിരിക്കും. ഇമേജ് ആണ് എൻലാർജ്ഡ്. പിന്നെന്താ, നമ്മൾ ആസ് യൂഷ്വൽ കേട്ട പോലെ തന്നെ എന്താണ്, ഇൻവേർട്ടഡ് ആണ് ആൻഡ് ഓൾസോ
റിയലും ആണ്. എന്താണ്? റിയലും ആണ്. ഇൻവേർട്ടഡ് ആണ് ആൻഡ് ഓൾസോ റിയലും ആണ് കേട്ടോ. മനസ്സിലായില്ലേ? ഓക്കെ. അപ്പൊ നമ്മള് 3 കേസ് നോക്കി. അപ്പൊ 3 കേസിലും ഇൻവേർട്ടഡും റിയൽ ആണ്. പിന്നെ ആദ്യത്തെ കേസിൽ കുഞ്ഞായിരുന്നു, പിന്നെ എന്താ വലുതായി തുടങ്ങി അല്ലേ ഇമേജ്. ഇനി അറ്റ് എഫ് എന്ന് പറയുമ്പോഴേക്കും അറ്റ് ഇൻഫിനിറ്റി മീൻസ് ഓൾറെഡി പറഞ്ഞു, അത് എവിടെയെന്ന് പറയാൻ പറ്റില്ല. എവിടെയോ ഒരു സ്ഥലത്ത് എന്ത് ആ ഫാർ അവേ നമുക്ക് എന്ത് സംഭവിക്കുന്നത്? ഇമേജ് ഫോം ചെയ്യുന്നുണ്ട്. അതെന്തായിരിക്കും? മാഗ്നിഫൈഡ് ആയിരിക്കും, ഇൻവേർട്ടഡ് ആയിരിക്കും, റിയൽ ആയിരിക്കും. എന്താണ്? മാഗ്നിഫൈഡ്, ഇൻവേർട്ടഡ് ആൻഡ് റിയൽ ഇമേജ് ആയിരിക്കും കേട്ടോ. എന്താണ്? മാഗ്നിഫൈഡ്, ഇൻവേർട്ടഡ്, റിയൽ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കാം. റിയലും ഇൻവേർട്ടഡ് ഈ 4 കേസിലും ഉണ്ടാകും. ആദ്യം മുതൽ ഇവിടം വരെ എന്താണ്? ചെറിയ സൈസ്, ഇങ്ങനെ ഇമേജിന്റെ സൈസ് ഇങ്ങനെ വലുതായി കൊണ്ടിരിക്കുക കേട്ടോ. ലാസ്റ്റ് കേസ് നോക്കിയേ. ബിറ്റ്വീൻ എഫ് ആൻഡ് ലെൻസിനും അല്ലെങ്കിൽ ഒപ്റ്റിക് സെന്റർ എന്നും വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ലെൻസിനും ഇടക്കെന്ന് പറയുമ്പോഴേക്കും എവിടെയാണ് നമ്മുടെ ഇമേജ് ഫോം ചെയ്യുക? ഓൺ ദ സെയിം സൈഡ് ഓഫ് ദ ഒബ്ജക്റ്റ്. ഓൺ ദ സെയിം സൈഡ് ഓഫ് ദ ഒബ്ജക്റ്റ്. On the same side of the object. എന്താണ്? on the same side of the object. പക്ഷെ ഈ ഇമേജ് എന്താണ്? മാഗ്നിഫൈഡ് ആണല്ലേ, നല്ല മാഗ്നിഫൈഡ് ആണ് ആൻഡ് ഓൾസോ ഇത്രയും നേരം കാണാത്ത 2 പേര് എന്ത് ഈ കേസിൽ വന്നല്ലേ? എന്താണ്? ഒന്ന് വെർച്വൽ, കാരണം സ്ക്രീനിലല്ല ഫോം ചെയ്യണത്, അതുകൊണ്ട് എന്താ വെർച്വൽ. പിന്നെന്താ? ഇറക്റ്റ്. എന്താ? നിവർന്ന് ഇത്ര നേരം തലകീഴായി നിന്ന് ഇമേജ് നമുക്ക് ആ കേസിൽ എന്തായിരിക്കും? നേരെ കിട്ടും. അപ്പൊ എന്താണ്? ഇറക്റ്റ് ആണ് കേട്ടോ. ഇറക്റ്റ് ആണ്. സെറ്റ് അല്ലേ? സിമ്പിൾ. അപ്പൊ നമ്മൾ ഇത്രയും നേരം പഠിച്ചത് എന്താ? നമ്മൾ റേ ഡയഗ്രാം ഓഫ് കോൺവെക്സ് ലെൻസ് ആട്ടോ. എക്സാമിന് എന്തായാലും ഈ ഒരു ചോദ്യം ഉറപ്പാണ്. മിസ് തന്നെ ഗ്യാരണ്ടി ആണ്. കാരണം എന്താ? ഇതിൽ ഏതാന്ന് ചോദിച്ചാൽ മിസ്സിന് പറയാൻ വേർഡ്സ് ഇല്ല. പക്ഷെ ഇത് ഈ 5 നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഡയഗ്രാം തന്നിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറയും, അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്ത ഡയഗ്രാം അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഇമേജിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് ചോദിക്കും. അങ്ങനത്തെ ചോദ്യങ്ങളായിരിക്കും. അപ്പൊ നിങ്ങളെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയായിരിക്കും അവർ ചോദിക്കേണ്ടാവും. പക്ഷെ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവരുത്. കാരണം എന്താ? നിങ്ങൾ പഠിച്ചു കഴിഞ്ഞില്ലേ? അപ്പൊ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ ഈസി ആയിട്ട് ഇത് പഠിച്ചു. അപ്പൊ നമ്മൾ എന്താ? ആദ്യം നമ്മൾ ഇമേജ് എങ്ങനെ ഒരു കോൺവെക്സ് ലെൻസിൽ ഇമേജ് ഫോം ചെയ്യണം നോക്കി. ദെൻ നമ്മൾ എന്താ പഠിച്ചത്? റേ ഡയഗ്രാം ഓഫ് കോൺവെക്സ് ലെൻസ്. ഇൻ ഈച്ച് കേസ് നമ്മൾ എന്താ ഒബ്ജക്റ്റ് 2Fന്റെ ബാക്കിൽ നിന്നും ഫ്രണ്ട് വരെ എത്തിയപ്പോഴേക്കും എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളതാണ് പഠിച്ചത്. അപ്പൊ എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് കരുതുന്നു. ഇനി അടുത്ത സെക്ഷനിൽ നമ്മൾ എന്താ? റേ ഡയഗ്രാം ഓഫ് കോൺകേവ് ലെൻസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ്? റേ ഡയഗ്രാം ഓഫ് കോൺകേവ് ലെൻസ് ആണ്. അത് മിസ് അടുത്ത സെക്ഷനിൽ നോക്കാം. അപ്പൊ എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പൊ നമുക്കിനി അടുത്ത സെക്ഷനിൽ കാണാം. ദെൻ ഓക്കെ, ബൈ.